പറയൂ, എന്താണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എവിടെയാണ് ഇതിന്റെ എല്ലാം ഒരു തുടക്കം? പറയൂ. എന്ത് പറയാൻ? ഇയാൾ കഥകൾ നിർത്തിയിട്ട് കാര്യം പറയൂ. അല്ല, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? പൊന്നി എന്തെങ്കിലും പ്രശ്നണ്ടാ? ഇല്ല കമലേട്ടാ. കമലേട്ടനോ? തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, അങ്ങനെ പറയരുത്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വേണം, അതിനല്ലേ നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്നേ. കമലേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. പൊന്നെ, കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ പ്രശ്നം തീർന്നായിരുന്നോ? എന്ത് പ്രശ്നം കമലേട്ടാ? ചെമ്മീ റോസിൽ കുടംപുളിട്ടെ. അത് മേഡം, ചെമ്മീൻ കറിയിൽ ആരെങ്കിലും കുടംപുളി ഇട്ട് വെക്കൂ, അതിനൊരു ന്യായം വേണ്ടേ? ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ അതെടുത്ത് പറമ്പിലേക്ക് എറിഞ്ഞാനേ. അതന്നെ ഞാനും ചെയ്തേ. തലവഴി കോരി വെച്ചു. എരിവും കുറവായിരുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം കമലേട്ട നല്ല അടിപൊളി കറി വെച്ചു കേട്ടാ. അല്ലേ കമലേട്ടാ? അപ്പൊ വീട്ടിലെ പണി മുഴുവൻ സാറാണല്ലേ? ഓൾമോസ്റ്റ്. അങ്ങനെ എല്ലാ പണിയൊന്നും ഞാൻ എടുക്കൂല. പിന്നെ എന്റെ പൊന്ന് പറയുന്നത് മാത്രം പറയും. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവുന്ന കുഞ്ഞേ? എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, പണ്ട് മാഡം പഠിച്ചിരുന്ന കാലത്ത് ക്ലാസ്സിൽ നല്ല മിടുക്കനായ ഒരു പയ്യനുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആരു കണ്ടാലും നോക്കി പോകുന്ന ഒരു കൊച്ചു സുന്ദരൻ. പഠിപ്പ് കഴിഞ്ഞു. ആ സുന്ദരനെ മാഡം ഒരുപാട് മിസ് ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഗെറ്റ് ടുഗദറിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നു. പരസ്പരം നമ്പറുകൾ കൈമാറി നിങ്ങൾ പിരിയുന്നു. എന്നിട്ട് പറയൂ, ബാക്കി പറയൂ. ബാക്കി നിങ്ങളുടെ ഭാര്യ പറയട്ടെ. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്? സാർ എന്താണ് സാറേ വെറും കൂട്ടമടക്കി വെച്ച പോലെ ഇരിക്കുന്നത്? തുറന്നു ചോദിക്കൂ സാർ. ഞാനെങ്ങാനുമായിരുന്നാൽ കാരണമടിച്ചു പൊട്ടിച്ചേനെ. അമ്മേ, ആഹ് നല്ല കുഷ്യൻ. കമലേട്ടൻ തന്നെ. അതെങ്ങനെ ശരിയാവും? എടോ മരക്കോക്കാനെ, എന്റെ കമലേട്ടൻ തന്നെയാടോ എന്റെ കൂടെ പഠിച്ച സുന്ദരൻ. എടോ പണി എടുത്തുണ്ടാക്കണോ? മറ്റുള്ളവർക്ക് ജീവിതം വെച്ചോണ്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. കിളിപോയൊരു ജീവിതത്തിന്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.